ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനും നമ്മുടെ കഥാനായകനും കൂടി ഒരു സ്ഥലത്തേക്ക് പോവാണ്. 100% വിജയം. ഫയലൊക്കെ പിടിച്ച് നടക്കുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതിലായിട്ട് നിന്ന് എന്തോ ഇൻ്റർവ്യൂ ഉണ്ടെന്ന്. പക്ഷേ അല്ല, ഞങ്ങളിപ്പോൾ ഉള്ളത് കൊടുങ്ങല്ലൂർ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലാണ്. ആൻഡ് യെസ്, ഇന്ന് എൻ്റെ 3rd മന്ത് സ്കാനാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം പിടികിട്ട് കാണും. യെസ് ഗൈസ്, വി ആർ എക്സ്പെക്റ്റിംഗ് എ ബേബി. സോ ഇന്ന് എൻ്റെ NT സ്കാനാണ്. അതിൻ്റെ നല്ല ടെൻഷനിലിരിക്കുമ്പോഴാണ് ദേവദൂതിയെ പോലെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും വഴികാട്ടിയുമായ ഏഞ്ചൽ ഇങ്ങോട്ട് വന്നത്. ഏഞ്ചലും പ്രഗ്നൻ്റ് ആണ്. അവിടെ സ്കാനിങ്ങിന് വേണ്ടി വന്നതാണ്. അവളോട് സംസാരിച്ച് ഒരുവിധം മൈൻഡൊക്കെ ഒന്ന് കൂടായപ്പോഴേക്കും എന്നെ സ്കാനിങ്ങിന് വിളിച്ചു. ഇത് ഞാൻ സ്കാനിങ് കഴിഞ്ഞിറങ്ങി വരുന്നതാണ്. ആക്ച്വലി പ്രോപ്പറായിട്ട് സ്കാൻ ചെയ്യാൻ പറ്റിയില്ല, കാരണം ബേബിയുടെ പൊസിഷൻ കറക്റ്റ് അല്ലായിരുന്നു. സോ അതുകൊണ്ട് ഈവനിങ് എൻ്റെ അടുത്ത് ഒന്നും കൂടെ വരാൻ പറഞ്ഞേക്കാണ്. അപ്പം തന്നെ എനിക്ക് പിന്നെ ടെൻഷനായി. എന്നെ കൂളാക്കാൻ വേണ്ടി അഖിലേട്ടൻ എന്തൊക്കെയോ കാക്കിരി ഓക്കിരിയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ബട്ട് ഞാനെപ്പോഴും ചെറിയൊരു ടെൻഷനിലായിരുന്നു. ഞങ്ങളോട് എന്തായാലും പോയി ഫുഡ് കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. സോ ആ ഒരു ഗ്യാപ്പിൽ ഞങ്ങളുടെ ലൈഫിലെ ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ് നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വാ. പൊതുവേ ഞാൻ കണ്ടിരിക്കുന്നത് വീഡിയോസിലൊക്കെ നമ്മുടെ സ്ത്രീകൾ ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് സർപ്രൈസായിട്ട് ഹസ്ബൻഡിനെ കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ ഞെട്ടിത്തരിക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് എല്ലാത്തിനും ചുക്കാൻ പിടിച്ചത്. പുള്ളി ടെസ്റ്റ് ചെയ്തിട്ട് എന്നെ ഞെട്ടിപ്പിക്കുക. ഇത് അറിഞ്ഞ പാടെ ഞങ്ങൾ ഫസ്റ്റ് ഓടിച്ചെന്ന് പറഞ്ഞത് ഷീലുവിനോടാണ്. പക്ഷേ ക്യാമറ ഓണാക്കാൻ മറന്നതുകൊണ്ട് റിയാക്ഷൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ആരുടെ. ഈവനിങ് സ്കാനിന് വന്നപ്പോൾ ഞാൻ അമ്മനെ കൂട്ടിയിട്ടാണ് വന്നത്. അമ്മ കൂടി ഉണ്ടെങ്കിൽ അതൊരു ധൈര്യം തന്നെയാണ്. കാര്യം അമ്മയുടെ ഉള്ളിൽ പേടിയുണ്ടെങ്കിലും അമ്മ അത് പുറത്ത് കാണിക്കില്ല. അങ്ങനെ ഞാൻ സ്കാനിങ്ങിന് വേണ്ടി കയറി. അങ്ങനെ 2ാമത്തെ സ്കാൻ കഴിഞ്ഞാൽ ഇറങ്ങി വരുന്നതാണ് ഈ കാണുന്നത്. അത് സക്സസ്ഫുള്ളായിട്ട് കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷം, ആശ്വാസവും എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാം. എൻ്റെ കുഞ്ഞെന്നെ പോലെ തന്നെയാണെന്ന് തോന്നുന്നു. ഫുഡ് കൊടുത്താലേ എന്തിനോട് സഹകരിക്കുള്ളൂ. വെരി ഗുഡ്. സ്കാനിങ് കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഏഞ്ചൽ പിന്നെയും വന്നു. ഇതാണ് വീട്ടുകാരുണ്ടായിരുന്നു. അങ്ങനെ അവരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടറെ കാണാൻ വേണ്ടി വിളിച്ചു. അങ്ങനെ ഡോക്ടറെയും കണ്ടു, മരുന്നും വാങ്ങിച്ചു. ഇനി നമുക്ക് വരേണ്ടത് 5th മന്തിലാണ്. അതിന് മെയിലാണ്. അഖിലേട്ടൻ്റെ ഏറ്റവും വലിയ വിനോദം ഷീലയെ അങ്ങനെ ചൊറിയാം എന്താണ്. അതുകൊണ്ട് ഷീല ഇപ്പം മൈൻഡ് ചെയ്യാറില്ല. തിരിച്ച് വീട്ടിലോട്ട് വന്നപ്പോൾ അച്ഛൻ ചില്ലി ചിക്കനുമായി യുദ്ധം വിടുന്നുണ്ടായിരുന്നു. അമ്മയും കൊണ്ട് ഞങ്ങൾ പോയതുകൊണ്ട് ഈവനിങ് കുക്കിംഗ് അച്ഛനാണ് ഏറ്റെടുത്തത്. ഹോട്ടൽ ഫീൽഡിലായതുകൊണ്ട് അച്ഛൻ പാചകകലയിൽ ഒരു വിദഗ്ധൻ തന്നെയാണ്. ഈ റിപ്പോർട്ട് നോക്കി പഠിച്ചിട്ട് നാളെ പരീക്ഷ ഒന്നും ഇല്ലല്ലോ. ഇതൊരു ഭർത്താവിന്റെ കടമയാണ് സ്കാൻ റിപ്പോർട്ട് നോക്കി പഠിക്കുക എന്നുള്ളത്. ഞാൻ കാര്യം പറയട്ടെ, ഭർത്താവിന്റെ കടമ മെയിനായിട്ട് ഭർത്താവ് ചെയ്യാന്നുള്ളത് ഹെൽത്ത് നോക്കാന്നുള്ളതാണ് കേട്ടോ. ഇപ്പൊ ഈ നിപ്പിട്ട് 2 ഐസ്ക്രീം കഴിച്ചിട്ടാണ് ഈ നിൽക്കുന്നത്. മര്യാദക്ക് വണ്ണം കുറച്ച് പഴയതുപോലെ അയക്കോ. നിന്റെ ഡെലിവറി ടൈമിൽ ഞാൻ കൊച്ചിനെ എൻ്റെ കയ്യിൽ മേടിക്കുമ്പോൾ ഞാൻ നല്ല ബോഡിയൊക്കെ സെറ്റായി അടിപൊളിയായിട്ട് നിൽക്കും. ഇത് ഞാൻ കല്യാണത്തിനും കേട്ടിട്ടുണ്ട്. കല്യാണത്തിന് ഞാൻ മാറിയല്ലോ. കല്യാണത്തിന് മാറി ആക്കി, എന്നിട്ട് കല്യാണം കഴിഞ്ഞ് പിറ്റേന്നോട്ട് വീണ്ടും പഴയതുപോലെ ആവാനുള്ള ശ്രമത്തിലായിരുന്നു. അതുപോലെയാണെങ്കിൽ ഇത്തവണ ആവണ്ട, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ പണ്ടത്തെ ബോഡിയില് ആ ലെവലൊക്കെ ആക്കി. പിന്നെ ഞാനത് വീഡിയോ ഇടും, ഞാനിത് വ്ളോഗിൽ ആഡും ചെയ്യും. ഞാൻ ആഡ് ചെയ്യും. ഞാനേ ഗൈസ്, ഞാൻ ഇതും കൂടെ കൂട്ടിയിട്ട് 6ാമത്തെ തവണയാണ് സത്യപ്രതിജ്ഞ കേൾക്കുന്നത്. അപ്പൊ എനിക്ക് ഇത് കേട്ട് എനിക്ക് ശീലമായി. അപ്പൊ ഇത് ഇങ്ങനെ കുറച്ചെങ്കിലും ഒരു ഇത് തോന്നണമെന്നുണ്ടെങ്കിൽ ഞാനിത് എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്ത് 4 ആളെ കണ്ടാൽ കാണിച്ചാലേ ഇത് കൊള്ളുള്ളൂ. എവിടെ കൊള്ളുള്ളൂ? കൊള്ളേണ്ട അടുത്ത് കൊള്ളുള്ളൂ ഗൈസ്. അങ്ങനെയില്ല ഗൈസ്, ഞാൻ ഇടും. ഞാനിത് വ്ളോഗിലിടും. ആണോ? യെസ്. എല്ലാ കൊലുസിലും ഞാൻ ഇടും, എല്ലാം ഇടും. സോ ഗൈസ്, ഹായ്. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ അനൗൺസ്മെന്റ്. അവർ കുഞ്ഞു ബേബി ഈസ് കമ്മിങ് സൂൺ. അപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. ആൻഡ് കഴിഞ്ഞ ഒരു ഇപ്പം ഞാൻ 3 months ആണ് എനിക്ക്. അപ്പോൾ കഴിഞ്ഞ ഒരു 2nd മന്ത് തുടങ്ങി തന്നെ എൻ്റെ വീഡിയോയിലൊക്കെ എനിക്ക് കമൻറ്റ് കിട്ടി തുടങ്ങാറുണ്ട്. ഗ്രീഷ്മ ചേച്ചി പ്രഗ്നൻ്റ് ആണോ? ഗ്രീഷ്മ ചേച്ചിയുടെ വയറ് ചാടുന്നതായിട്ട് എനിക്ക് മാത്രമാണോ തോന്നിയിട്ടുള്ളത്? അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കമൻറ്റുകൾ വരാറുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും 3rd മന്ത് സ്കാൻ കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഉറപ്പാവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാനത് ആ സമയത്ത് ഒന്നിനും റിപ്ലൈ തരാണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ സ്കാനിങ് കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഞാൻ വിചാരിച്ചു എന്തായാലും അപ്പോൾ നിങ്ങളോട് പറയാം. നിങ്ങളോട് എന്തായാലും പറയണമല്ലോ. ഓക്കെ. പിന്നെ എന്താണ്, വീഡിയോസിലൊക്കെ കമൻസ് വരാറുണ്ട് റിഗാർഡിങ് വണ്ണം ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്,
ഓവർ തടിയാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കൈൻഡ് ഓഫ് ചില നേരങ്ങളിൽ ഒരു കൈൻഡ് ഓഫ് ബോഡി ഷേമിങ് കമൻസും വരാറുണ്ട്. കൂടുതലും FBയിലും യൂട്യൂബിലും 1-2 കമൻസ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് വണ്ണം വെക്കുന്നത്. ഇപ്പോഴത്തേക്ക് എന്തായാലും അത് കുറക്കാൻ പറ്റിയൊരു സാഹചര്യവുമല്ല. എനിക്കാണെങ്കിൽ കുറച്ച് ബ്ലീഡിങ് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊരു 5th മന്ത് വരെ റെസ്റ്റ് അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തേക്ക് നമുക്കൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ഇപ്പോൾ ലൈറ്റ് വർക്കൗട്ടും കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്കത് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ഇഫ് പോസിബിൾ അത്തരം കമൻറ്റുകളൊന്ന് ഒഴിവാക്കിയാൽ നന്നായിരിക്കും. കാരണം നമ്മുടെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ടാണ്. എനിക്കറിയാം ഞാൻ വണ്ണം വെക്കുന്നുണ്ട്, എനിക്ക് കാണാം. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇനി ഇതിൻ്റെയൊക്കെ ഫർദർ വിശേഷങ്ങൾ എന്തൊക്കെ അറിയണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റോട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത് തന്നെ വരാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാൻ അങ്ങനെ അധികം വലിച്ചു നീട്ടുന്നില്ല. ഇനി വേറൊരു വീഡിയോയിൽ ഞാൻ വന്നിട്ട് എൻ്റെ ബാക്കി വിശേഷങ്ങളെല്ലാം, പ്രഗ്നൻസി വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. സോ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. Until then, bye bye.